ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് തുണി വെച്ചിട്ട് നല്ലൊരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. ഇനി ഇതിലേക്കൊരു ലൈനിങ് വേണം. ഇനി നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്തിൻ്റെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സിബ്ബ് വേണം. ഞാനിവിടെ ചുരിദാറിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ സിബ്ബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിലേക്കുള്ള ക്യാൻവാസ് എടുക്കുമ്പോൾ നമ്മൾ കോളറിനൊക്കെ വെക്കുന്ന തുണിയുടെ ക്യാൻവാസ് എടുക്കണം. പേപ്പർ ക്യാൻവാസ് എടുക്കരുത്. പേപ്പർ ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റിഫ്നെസ് കിട്ടിയില്ല. ഞാൻ ഈ ക്യാൻവാസിലാണ് അളവെടുത്തിട്ടുള്ളത്. 11.5 നീളവും 9.5 വീതിയും എടുത്തിട്ടുണ്ട്. തുണിയുടെ ചീത്ത വശത്തേക്ക് ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗം വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 11.5 അളവെടുത്ത വശത്താണ് നമ്മൾ സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. 9.5 അളവെടുത്ത വശത്തെ അധികം വരുന്ന മെയിൻ ക്ലോത്തും ലൈനിങ്ങും കട്ട് ചെയ്ത് മാറ്റണം. 11.5 അളവെടുത്ത വശത്ത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. അധികം വരുന്ന തുണി വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇത് മടക്കി അടിക്കാം. രണ്ട് വശവും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. തുണിയുടെ നല്ല വശവും സിബിൻ്റെ നല്ല വശവും വരക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്നത് പോലെ നമ്മൾ വെച്ച് ഇതൊന്ന് തയ്ച്ചെടുക്കാം. സിബ്ബ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചെടുക്കാം. നമ്മൾ ഒരു വശം പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന കണക്ക് തന്നെ ഒന്ന് മടക്കിയതിന് ശേഷം മറ്റേ വശത്തുകൂടി നമുക്ക് സിബ്ബ് തയ്ച്ചെടുക്കാം. ഈ ഒരു വശത്തുകൂടി ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും സിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ്ബ് ഓപ്പൺ ആക്കിയതിന് ശേഷം മറ്റേ സൈഡ് കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. സിബ്ബ് വെച്ച് രണ്ട് സൈഡും പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ സിബ്ബ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡിലൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രി വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന കണക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗവും ഈ സിബ്ബും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഈ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന സിബ്ബ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മറ്റേ സൈഡിൽ നിന്ന് റണ്ണർ കുറച്ച് അകത്തേക്ക് മാറ്റിയതിന് ശേഷം അവിടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലെയും ബാലൻസ് വന്ന സിബ്ബ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി രണ്ട് സൈഡിൽ നിന്നും 1 ഇഞ്ച് നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ട സ്ഥലത്തുനിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. താഴെ നിന്നല്ല, സ്റ്റിച്ച് തൊട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടുന്നത്. 4 മൂലയിൽ ഇതുപോലെ 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. 4 മൂലയിൽ നമ്മൾ 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. സിബ്ബ് ഓപ്പൺ ആക്കിയതിന് ശേഷം 4 സൈഡ് നമുക്ക് തയ്ച്ചു കൊടുക്കണം. നാല് വശവും നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം.
നല്ല പെർഫെക്റ്റായിട്ട് പെൻസിൽ പൗച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൗച്ചാണിത്. എല്ലാവരും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.